സ്പെഡെക്സ് വിക്ഷേപണം വിജയകരമായതിനു പിന്നാലെ വരാനിരിക്കുന്ന ദൌത്യങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ISRO. GSLVയിൽ NVS-2 കൃത്രിമ ഉപഗ്രഹം ജനുവരിയിൽ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ഈ ദൌത്യം വരും വർഷത്തേക്ക് ആസൂത്രണം ചെയ്ത പദ്ധതികളിൽ ഒന്ന് മാത്രമാണെന്നും സോമനാഥ് കൂട്ടിച്ചേർത്തു. 2025 തുടക്കത്തിൽ തന്നെ 100ാമത്തെ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2025 നിരവധി ദൌത്യങ്ങൾക്കാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ജനുവരിയിൽ GSLV NVS-2 വിക്ഷേപണ ദൌത്യം നമുക്ക് മുന്നിലുണ്ട്. 2023 മെയ് മാസത്തിൽ GSLVയിൽ 2232 കിലോഗ്രാം ഭാരമുള്ള NVS-1 ഉപഗ്രഹത്തെ ജിയോ സിൻക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. അത്തരത്തിൽ NVS-2 വിജയകരമായി വിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും S. സോമനാഥ് പറഞ്ഞു. ചന്ദ്രയാൻ 4 ദൌത്യത്തിനായുള്ള ഡോക്കിംഗ് പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ജനുവരി 7-ന് സ്പെഡെക്സിന്റെ അന്തിമ ഡോക്കിംഗ് നടക്കുമെന്നും പറഞ്ഞു. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 99ാമത്തെ വിക്ഷേപണമാണിത്. 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ISROയുടെ നിർണായക ദൌത്യമാണ് സ്പെഡെക്സ്. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്കാണ് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്നത്. ശേഷം ഇവ തമ്മിലുള്ള അകലവും വെലോസിറ്റിയും ഘട്ടം ഘട്ടമായി കുറച്ച ശേഷമാണ് ഡോക്കിംഗ് നടക്കുക. ദൌത്യം വിജയകരമായാൽ ബഹിരാകാശ ഡോക്കിങ്ങിനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളത്. ചാന്ദ്ര പര്യവേക്ഷണങ്ങളും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള ഭാവി ദൌത്യങ്ങൾക്കായുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഇന്ത്യയുടെ സ്പെഡെക്സ്. സ്പെഡെക്സിന്റെ വിക്ഷേപണം വിജയകരമായതോടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ മറ്റ് ദൌത്യങ്ങൾക്ക് കരുത്ത് പകരുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സ്പെഡെക്സിന്റെ വിക്ഷേപണം വിജയകരമായതിനു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ കുതിപ്പ് തുടരുകയാണ്. സ്പെഡെക്സിന്റെ വിക്ഷേപണ വിജയത്തോടെ ഡോക്കിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ISRO ടീം ഒന്നിനു പുറകെ ഓരോന്നായി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. വരും വർഷങ്ങളിലും ബഹിരാകാശ മേഖലയിൽ ഇന്ത്യക്ക് കുതിപ്പു തുടരാൻ സാധിക്കുമെന്നും ജിതേന്ദ്ര സിംഗ് എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ അതിവേഗം വളരുകയാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. ആത്മനിർഭർ ഭാരത് വികസിത ഭാരതത്തിന് വഴിയൊരുക്കുന്നു. ആകാശവും കടന്ന ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ നിലയം തുടങ്ങിയ ദൌത്യങ്ങളുടെ വിജയം ഇത് ഊട്ടിയുറപ്പിക്കുന്നുവെന്നും ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സ്പെഡെക്സിന്റെ വിക്ഷേപണം വിജയകരമായി നടന്നത്. ജനുവരി 7-ഓടെ ഉപഗ്രഹങ്ങളുടെ അന്തിമ ഡോക്കിംഗ് നടക്കും. അടുത്ത വർഷം ആദ്യ മാസത്തിൽ പുതിയ ദൌത്യങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.